അയോധ്യയിൽ ഇനി BJPയും സംഘപരിവാറും നാണം കെടാൻ ഒന്നും ബാക്കിയില്ല. സ്വന്തം സംഘപരിവാറുകാർ തന്നെ മോഷണം നടത്തി അമ്പലക്കൊള്ള നടത്തിയ ഒരു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കേണ്ടി വന്ന ഗതികേടിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇരിക്കുന്നത്. ആ SIT സംഘം രാമക്ഷേത്ര ഭണ്ഡാരക്കൊള്ളയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇത്രയും വലിയ കൊള്ളയിൽ ചമ്പത് റായിയുടെ ഡ്രൈവർ ടിനു യാദവ്, അതുപോലെ അവിനാശ് ശുക്ല എന്നിവരാണ് മുഖ്യ പ്രതികളായിട്ട് വന്നത്. ഇനി വരാൻ പോകുന്നത് CBI ED അന്വേഷണങ്ങളൊക്കെയാണ്. അതൊന്നും നടത്താതെ ഇത് പൂഴ്ത്തിവെക്കാൻ ജനങ്ങൾ വിടില്ല എന്നുറപ്പായി കഴിഞ്ഞു. SIT റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും CBI അന്വേഷണം ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത് സംഘപരിവാർ നേതാക്കളായ ട്രസ്റ്റിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്കും അനിൽ മിശ്രയ്ക്കും വളരെ നിർണായകമാണ്. ഇവരുടെ വിശ്വസ്തരായ പ്രതികൾ കവർച്ച നടത്തുന്ന CCTV ദൃശ്യങ്ങൾ, അതുപോലെ ട്രസ്റ്റിൻ്റെ പണമിടപാട് വിവരങ്ങൾ, അതുപോലെ തന്നെ അവർ ഉണ്ടാക്കിയ വ്യാജ രസീതുകൾ എന്നിവ അടക്കം അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കുകയാണ്. ജനങ്ങളെല്ലാം തന്നെ സർക്കാരിനെതിരായ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത വരുത്താൻ ശ്രമിക്കുകയാണിപ്പോൾ യോഗി ആദിത്യനാഥ്. അതുപ്രകാരം SIT സമർപ്പിക്കുന്ന റിപ്പോർട്ട് നേരിട്ട് തന്നെ കൈകൊണ്ട് തൊടാതെ മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനാണ് UP സർക്കാരിൻ്റെ നീക്കം. പിന്നീട് യോഗിക്ക് തീരുമാനമെടുക്കാൻ അതിൽ കഴിയില്ല. അതുകൊണ്ട് SITയുടെ അന്തിമ റിപ്പോർട്ട് പഠിച്ച ശേഷം കോടതിയായിരിക്കും CBI ED എന്നിവരുടെ അന്വേഷണത്തിൽ തീരുമാനമെടുക്കുക. അങ്ങനെ കോടതി മുഖാന്തരം ഒരു അന്വേഷണം വന്നാൽ അറസ്റ്റിലാകുന്നവർ സംഘപരിവാറുകാർ തന്നെയാണെങ്കിലും യോഗിക്ക് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും. ഇനി വരാനുള്ള അന്വേഷണം മാത്രമല്ല, വന്നിരിക്കുന്ന SITയുടെ റിപ്പോർട്ടും കേസിൽ കുറ്റാരോപിതനായ ട്രസ്റ്റിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും VHPയുടെ ദേശീയ ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്, അതുപോലെ അനിൽ മിശ്ര എന്നിവർക്കും നിർണായകമാകുകയാണ്. നിലവിൽ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും അതിൽ 80 ലക്ഷം രൂപ മാത്രമാണ് പ്രതികളിൽ നിന്ന് പിടികൂടാൻ ആയത്. ബാക്കിയുള്ള തുക ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും ജനങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട്. ചമ്പത് റായിയുടെ ഡ്രൈവർ അടക്കമുള്ളവരുടെ കയ്യിൽ നിന്നും വെറും 80 ലക്ഷം രൂപ മാത്രം പിടിച്ചെടുക്കുമ്പോൾ 7 കോടി രൂപയിൽ ബാക്കി എവിടെയെന്നുള്ള ചോദ്യം വിശ്വാസികളുടെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. പ്രതികളുടെ ആസ്തി പരിശോധിച്ചെങ്കിലും SIT വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിട്ടാലും ഇല്ലെങ്കിലും ബാക്കി തുക എവിടെയാണ് പോകാൻ സാധ്യത എന്നുള്ളത് UPയിലെ ജനങ്ങൾക്കെല്ലാം നന്നായി അറിയാം. അവിടെയാണ് ഏത് അന്വേഷണത്തിനും അപ്പുറം ഒരു തിരിച്ചടി യോഗി സർക്കാർ പ്രതീക്ഷിക്കുന്നതും ഭയക്കുന്നതും. പല ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഉത്തർപ്രദേശ് സർക്കാർ ജൂൺ 13-നാണ് ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ SITയെ നിയോഗിച്ചത്. 7 കോടി രൂപയുടെ മോഷണം നടന്നു എന്ന് കണ്ടെത്തിയെങ്കിലും 80 ലക്ഷത്തോളം രൂപ മാത്രമാണ് അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് SITക്ക് കണ്ടെത്താനായുള്ളൂ എന്നതാണ് യോഗിക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ബാക്കി എവിടെയെന്നും അത് പൂഴ്ത്തിവെച്ചത് സർക്കാരിൻ്റെ അറിവോടെയാണെന്നൊക്കെ സംശയിക്കുകയാണ് ജനങ്ങൾ. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റും അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെയായ ചമ്പത് റായിയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ടിനു യാദവാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നതും തട്ടിപ്പ് വന്ന വഴി വ്യക്തമായിരിക്കുന്നു. ഏതായാലും 70-ലധികം CCTV ദൃശ്യങ്ങൾ SIT പരിശോധിച്ചപ്പോൾ തന്നെ 45 ദിവസത്തിനുള്ളിൽ 70 മോഷണങ്ങൾ നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് CBI അന്വേഷണത്തിൽ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആര് പ്രതിയാകുന്നു എന്നുള്ളതല്ല, യോഗിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ കീഴിൽ ശ്രീരാമൻ ഇങ്ങനെയൊരു മോഷണത്തിന് വിധേയമായി എന്നുള്ളത് തന്നെ യോഗി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്.